ക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ്. ഇത് നല്ല പോലെ ഫിറ്റായിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ തല കൈയായി പിടിച്ചാൽ പോലും ഒന്നുപോലും ചെയ്യുന്ന വീഴില്ല. ഇവിടെ അതാ കണ്ടൻസർ ഉണ്ട്. നമ്മളിതിൽ വെക്കാനായിട്ട് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇതിൽ വെച്ച് കാണിക്കാം. ഇവിടെ മോസ്ഫെറ്റ് ഉണ്ട്, റെഗുലേറ്റർ IC ഉണ്ട്, ട്രാൻസിസ്റ്റർ ഉണ്ട്. ഇതുപോലെ വലിയ വലിയ പിന്ന് വരുന്ന ട്രാൻസിസ്റ്റർ മോസ്ഫെറ്റൊക്കെ ഇവിടേക്ക് വെക്കാൻ കഴിയുള്ളൂ. ഇവിടെ ഇങ്ങനെ വെക്കാം. വലിയ ട്രാൻസിസ്റ്റർ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. നല്ലപോലെ ടൈറ്റായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, ഒന്നും ഇളകില്ല. ഇതുപോലുള്ള മൊഡ്യൂളുകളൊക്കെ ഇങ്ങനെ ഇവിടെ ഫിറ്റാക്കാം. ഇനി ഇത് ഞാൻ കുറച്ചേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇനി ഇവിടെയും കൂടെ ചെയ്താൽ ഇതൊക്കെ പരീക്ഷണം നടത്താൻ വേണ്ടി നിങ്ങൾക്ക് ആവശ്യാനുസരണം ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ കൊടുക്കാൻ കഴിയും. ഒരു സ്വിച്ചാണ് നമ്മളെ കമ്പ്യൂട്ടറിനകത്തൊക്കെ വരുന്നത്. ഇതിപ്പോൾ ഞാൻ അവിടെ ഓൾറെഡി ഒന്ന് സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാവുന്നതാണ്. ഇങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഒക്കെ ടൈറ്റായിട്ട് തന്നെ നിൽക്കും, ഇളകൂല. ഈ ഫീസൊക്കെ ഇവിടെ തന്നെ പോകുന്നു. കുറച്ച് വണ്ണുള്ള ലെഗാണെങ്കിൽ കൂടിയിട്ട് ഇതിവിടെ ഇങ്ങനെ പോകുന്നുണ്ട്. LED ഇത് 2 ലെഗും ഒരുപോലെ കട്ട് ചെയ്താൽ ഇതിൽ ഈസി ആയിട്ട് കയറും. ഇതിപ്പോൾ ഒന്ന് വലുതൊന്ന് ചെറുതായതുകൊണ്ട് വെക്കാനായിട്ട് കുറച്ച് പാടുണ്ട്. കപ്പാസിറ്റർ, ചെറിയ കപ്പാസിറ്ററൊക്കെ ഇവിടെ നമുക്കിങ്ങനെ ഉപയോഗിക്കാൻ കഴിയും. റെസിസ്റ്റർ പോവും. അതൊക്കെ നല്ലവണ്ണം ടൈറ്റ് ചെയ്യും. മസെന്നർ ഡയോഡ്, ജമ്പർ വയർ, ഒന്നും ഇളകില്ല. നല്ല ടൈറ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടമായാൽ നമ്മൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഇഷ്ടമായി പ്രയോജനപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം. ഇതൊന്നും നമ്മൾ സോൾഡർ ചെയ്താലോ, ഇതൊക്കെ വെറുതെ വെച്ചതാട്ടോ. നല്ല ടൈറ്റ് ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല എന്ന് മാത്രം. എടുത്തു. ഒരു ഒക്ടോ കപ്ലറാണ്. IC ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ സോൾഡർ ചെയ്യാൻ, അല്ലാതെ മൾട്ടിമീറ്റർ ഇതൊക്കെ ഇട്ടിട്ട് അടിയിൽ നിന്ന് പൊക്കി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് പോരും. അതിൽ നല്ലെടുത്ത് ഐസ് മാറ്റി ഇവിടെ ഇത് സോൾഡർ ചെയ്താണ് ഞാൻ പറഞ്ഞല്ലോ. ഇതെടുക്കാൻ കിട്ടില്ല. PCB വാങ്ങുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു ലൈനുള്ള PCB വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായി സോൾഡിങ് വളരെ കമ്മി ചെയ്താൽ മതി, കുറച്ച് ചെയ്താൽ മതി. ഇതുണ്ടോ ഇവിടെ ഈ പിന്നിന് മാത്രം സോൾഡർ ചെയ്താൽ മതി. നമ്മൾ ഇതിലൊക്കെ ഇങ്ങനെ കൂട്ടി ചെയ്യണ്ടേ. അതിനൊക്കെ ഉണ്ടോ നമുക്ക് എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാമല്ലോ. ഈ തല മുതൽ ഈ തല വരെ ഇത് ഉപയോഗിക്കാമല്ലോ. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് എന്ത് വേണമെങ്കിലും സോൾഡർ ചെയ്യാം. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ അതേപോലെ കട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ശരിക്കും നമ്മൾ പ്രിൻറ്റഡ് ബോർഡ് വാങ്ങുന്ന മാതിരി തന്നെ ഉണ്ട് ഇത് ഏകദേശം നമുക്ക് ഉപയോഗിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ലൈനുള്ള PCB നോക്കി വാങ്ങിയാൽ നല്ലതാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഇനി എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇവിടെ കൊടുത്താൽ അത് ഇതുവരെ കിട്ടുന്നതാണ്. ഇതിങ്ങനെ ഇങ്ങോട്ട് കണക്ഷൻ വരാൻ പാടില്ല. ഇതിനിടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് പ്രിൻ്റ്. അതുപോലെ ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവാണ്. ഇതിലിങ്ങോട്ട് കണക്ഷൻ വരാൻ പാടില്ല.
ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളിവിടെ ഇങ്ങനെ പ്രിൻ്റ് കട്ടാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പ്രിൻ്റ് കട്ടാക്കിയിട്ടുണ്ട്. ഈ 2 ഐസിൻ്റെ ഇടയ്ക്ക് ഈ പ്രിൻ്റ് ഇങ്ങനെ കട്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണുന്നുണ്ടോ, ഇവിടെ ഇങ്ങനെ കട്ടാക്കിയിട്ടുണ്ട്. ഈ ഐസിൻ്റെ ഇടയ്ക്കുള്ളതാണിത്. ഈ ഐസ് ഇങ്ങനെ ഷോർട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ശരിക്കും ഇതൊക്കെ സോൾഡറിങ് ഒക്കെ കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇത് ഇങ്ങോട്ടൊന്ന് ഇവിടുന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതിലെന്തെങ്കിലും കമ്പോണൻറ്റ് വെച്ചാൽ മാത്രമേ ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ ലൈൻ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതുവരെ പോകുന്നുണ്ട്. അത് ഇതിൽ നമുക്കിതുപോലുള്ള വലിയ മോസ്ഫെറ്റോ അതുപോലെ തന്നെ റെഗുലേറ്റർ ഐ സി ഒക്കെ വേണമെങ്കിൽ ഇവിടെ ഫിറ്റാക്കാം. അതിന് വേണ്ടിയിട്ടാണ് വലുത്. ഇത്ര കുറേ ഇവിടെയൊക്കെ ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫിറ്റാക്കാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് ഈ സൈഡിൽ 2 പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുക. ഇവിടെ അതുപോലെ പോസിറ്റീവും നെഗറ്റീവും കൊടുത്താൽ സുഖമായിട്ട് ഉപയോഗിക്കാം. ഞാൻ അങ്ങനെ ഫസ്റ്റ് ഉണ്ടാക്കിയല്ലേ, അപ്പോൾ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതുവരെ കൊടുക്കാമാണെങ്കിൽ ഇതും അതേമാതിരി ഇതുവരെ കൊടുക്കുക. അങ്ങനെ നിങ്ങൾ ആവശ്യാനുസാരം നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് ഇനി എങ്ങനെയൊക്കെ ഇത് ടെസ്റ്റ് ചെയ്യല്, എങ്ങനെയൊക്കെ നമ്മളൊരു പ്രൊജക്റ്റ് ചെയ്യല് എന്നൊരു അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ്. ഇനി നമുക്ക് ഈ ലിഥിയം അയൺ ബാറ്ററി ഒന്ന് കണക്ട് ചെയ്യാം. അതിനായിട്ട് നമ്മളിവിടെ 2 മെയിൽ പിന്ന് കണക്റ്റ് ആക്കിയിട്ടുണ്ട്, പോസിറ്റീവിനും നെഗറ്റീവിനും വേണ്ടിയിട്ട്. ഇവിടെ ഇത് മാറിപ്പോയാലും പ്രശ്നമില്ല, വർക്ക് ചെയ്യില്ല എന്നേ ഉള്ളൂ. ഇവിടെ ഈ ഡയോഡ് വെച്ചതിൻ്റെ കാരണത്താൽ അപ്പോൾ പോസിറ്റീവിന് ഇവിടെയും ഇതിലും കൊടുക്കണം, നെഗറ്റീവ് ഇതിലും കൊടുക്കണം. അത് 3 പിന്നുണ്ട്. അന്നേരം എൻ്റെ കയ്യിൽ ഇതേ ഉണ്ടായിരുന്നുള്ളൂ, 2 നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. നമ്മളിതിൽ വയറൊന്ന് കണക്ട് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് നോക്കാം ഈ ലൈനൊക്കെ കിട്ടുന്നത് എന്ന്. നെഗറ്റീവ് വെക്കുമ്പോൾ നമ്മൾ പോസിറ്റീവ് ഇവിടെയൊക്കെ വരും. പിന്നെ ചെറിയ പിന്നെ നമ്മൾ ലിഥിയം ബാറ്ററിൻ്റെ ഒക്കെ ഇത് വരുന്നത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതൊന്ന് പോസിറ്റീവിലും ഒന്ന് നെഗറ്റീവിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഇതിൻ്റെ കണക്ഷൻ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഇതിൽ പോസിറ്റീവ് വരും, അപ്പുറത്തതിൽ നെഗറ്റീവ് വരും. ഇവിടെ പോസിറ്റീവ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ അവിടെ എത്തുന്നുണ്ട്. കാണാൻ കഴിയുന്നില്ല. ഇതിലേശം വോൾട്ട് കുറവെന്ന് പറഞ്ഞാൽ ഈ ഡയോഡാണ് പ്രശ്നം. ഇത് ഡയോഡിൻ്റെ അപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ കറക്റ്റ് വോൾട്ട് കിട്ടും. ഡയോഡ് ആകുമ്പോൾ നമുക്ക് അറിയാലോ കുറച്ച് വോൾട്ട് കമ്മിയാവും. അപ്പോൾ ഇത് ബാറ്ററി ഓൾറെഡി ചാർജ് കുറവാണ്. അപ്പോൾ നമുക്ക് അതാണ് ഫുള്ള് കാണിക്കാത്തത്. 4.2 കിട്ടണമല്ലോ. ഇത് 3.96 കാണിക്കുന്നത്. അതിങ്ങോട്ടാകുമ്പോൾ കുറച്ചുകൂടി കുറയും. 3.56 അതാണ് ഡയോഡാണ് പ്രശ്നം. കുഴപ്പമൊന്നുമില്ല, നമുക്കങ്ങനെ ഉപയോഗിക്കാം. ഇനി ഇവിടുന്ന് നമ്മൾ റെസിസ്റ്റർ ഉപയോഗിച്ചോ നമുക്ക് വോൾട്ട് എത്രയാണ് കിട്ടേണ്ടത് വെച്ചാൽ അത് പ്രകാരം നമ്മൾ ഐ സിക്കൊക്കെ കൊടുക്കുമ്പോൾ അങ്ങനെ റെസിസ്റ്റർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നേരിട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലുള്ള ജമ്പർ വയർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക. ഇതിപ്പോൾ അതിൽ കൊടുക്കുന്നില്ല, കാരണം വെച്ചാൽ നമ്മളതിൽ വോൾട്ടൊന്നും കറക്റ്റ് അല്ലല്ലോ. ഇനി അടുത്ത ഇതിൻ്റെ എങ്ങനെയൊക്കെ വർക്ക് ചെയ്യുക, എന്തൊക്കെ ഇതിൽ ചെയ്യുക എന്നുള്ള വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ഇടുക. നന്നായിട്ടുള്ള വീഡിയോ ചെയ്താൽ എല്ലാവർക്കും ബോറടിക്കും. അപ്പോൾ വീഡിയോ നമ്മൾ സ്കിപ്പ് ചെയ്ത് കാണേണ്ടി വരും. അതുകൊണ്ടാണ് ഇതിവിടെ അവസാനിപ്പിക്കുന്നത്.